നമസ്കാരം, വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. ബാംഗ്ലൂർ FCയെ ഒഡീഷ FC 3-2 തോൽപ്പിച്ച് ഗംഭീരമായി തിരിച്ചു വന്നിരിക്കുകയാണ്. കൂടാതെ ബാംഗ്ലൂർ FCയുടെ ഷീൽഡ് വിജയ സാധ്യതയ്ക്ക് ഈ ഒരു തോൽവി നല്ലൊരു മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ബാംഗ്ലൂർ FC വിജയിക്കും എന്ന് കരുതിയ മത്സരമാണ്. ആരാധകർ പോലും നല്ല ആർപ്പ് വിളിച്ച് ബാംഗ്ലൂർ FCയുടെ വിജയം ആഘോഷിച്ച് ഒരു തുടക്കത്തിൽ വന്ന 2 ഗോളിന് ആർപ്പ് വിളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒഡീഷ ഭാഗത്തു നിന്നും 2 ഗോൾ വന്നതും അവർ വിജയിച്ചതും അവരെല്ലാം അപ്രതീക്ഷിതമായിരുന്നു. 35-ാം സെക്കൻഡിൽ തന്നെ റഫറിക്ക് കാർഡ് പുറത്തെടുക്കേണ്ട വന്ന മത്സരമാണ്. കളിയുടെ തുടക്കത്തിൽ തന്നെ BFCയുടെ ഒരു പതിവ് ശൈലി, അതായത് പ്രസ്സിംഗ് ഫുട്ബോളാണ് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഫലവും അവർക്ക് കിട്ടി. മെൻഡസ് നല്ലൊരു കൗണ്ടർ അറ്റാക്കിലൂടെ 10-ാം മിനിറ്റിൽ തന്നെ ഗോൾ നേടിയത്. തൊട്ടു പുറകെ തന്നെ 13-ാം മിനിറ്റിൽ സുനിൽ ഛേത്രിയും ഗോൾ നേടിയതോടുകൂടി ഒഡീഷ ശരിക്കും പരിങ്ങലിലായി. ലൊബേറോ ഈ സാഹചര്യത്തിൽ ഡോറിൽട്ടനെ ഇറക്കാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് പെട്ടെന്ന് കളി മാറി മറിയുന്നത്. 29-ാം മിനിറ്റിൽ ഡിയാഗോ മൗറീഷ്യയെ ബോക്സിൽ വീഴ്ത്തിയതിന് ജോവനോവിക്കിന് റെഡ് കാർഡ് കിട്ടുകയും പെനാൽറ്റി നേടി മൗറീഷ്യോ തന്നെ അത് ഗോളാക്കി മാറ്റി. ആ ഒരു റെഡ് കാർഡ് ശരിക്കും ആവശ്യമോ അനാവശ്യമോ എന്ന് രണ്ട് പക്ഷമുണ്ട്. എന്തായാലും റെഡ് കാർഡ് കിട്ടി ജോവനോവിക്ക് പോയതോടുകൂടി ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രസ്സിംഗ് ഫുട്ബോൾ അതുവരെ ബാംഗ്ലൂർ FCയുടെ ഒരു കൺട്രോളിലിരുന്ന മത്സരമാണ് ഒഡീഷയുടെ ഭാഗത്തേക്ക് മാറിയത്. അതിന് തൊട്ട് പുറകെ തന്നെ രാഹുലും 38-ാം മിനിറ്റിൽ പെനാൽറ്റി നേടിക്കൊടുത്തോടുകൂടി ഒഡീഷ ഡിയാഗോ മൗറീഷ്യ ഒരു 2ാമത് ഗോളും നേടി സമനില പിടിച്ചുപറ്റി. അതിനുശേഷം പിന്നെ ഒഡീഷയുടെ കൺട്രോളിൽ തന്നെയായിരുന്നു മാച്ച്. അതൊരു ഗംഭീര തിരിച്ചുവരവ് തന്നെയായിരുന്നു. അവർക്കൊരു തോൽവി എന്നതിൽ അപ്പുറം ഒരു ഷീൽഡ് വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചതാണ് ബാംഗ്ലൂരിനെ കൂടുതൽ സങ്കടത്തിലാക്കിയത് എന്ന് തോന്നുന്നു. ആരാധകരെല്ലാം ആ തുടക്കത്തിലെ 2 ഗോളിൽ ഏകദേശം വിജയിച്ചു എന്ന് ഉറപ്പിച്ചിരിക്കുന്ന മത്സരമാണ് കൈവിട്ടു പോയത്. അത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മൂകമായ സ്റ്റേഡിയമാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ജെറിയുടെ 3ാമത് ഗോൾ കൂടി വന്നതോടുകൂടി അവർ ഒഡീഷ വിജയം ഉറപ്പിച്ചു. BFC തോൽവി വഴങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും രാഹുലും നല്ല ഒരു പെനാൽറ്റി നേടിക്കൊടുത്ത് നല്ലൊരു മാച്ച് തന്നെയാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.